ഒരു ദേശത്തെ മുഴുവൻ ശത്രുവിന് മുന്നിൽ നഗ്നമാക്കി നിർത്തിക്കൊടുക്കാൻ സ്വന്തം ഭരണകൂടം തന്നെ തുനിഞ്ഞിറങ്ങിയ ആ രാജ്യം എങ്ങനെ അതിജീവിക്കും? 2004 മുതൽ 14 വരെയുള്ള ഒരു 10 വർഷക്കാലം കേവലം ഒരു രാഷ്ട്രീയ ഭരണമാറ്റത്തിന്റെ ചരിത്രമല്ല. ഈ മണ്ണിലെ ഭൂരിപക്ഷ സമൂഹത്തെ സ്വന്തം രാജ്യത്ത് തന്നെ കൊടും ഭീകരവാദികളാക്കി ചിത്രീകരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ കെട്ടിപ്പടുത്ത ഒരു ഭീകരമായ ഗൂഢാലോചനയുടെ കഥയാണിത്. തങ്ങളുടെ അധികാര കസേര നിലനിർത്താൻ, വോട്ട് ബാങ്ക് ഭദ്രമാക്കാൻ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി സ്വന്തം രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളെയും സൈന്യത്തെയും എങ്ങനെ വേട്ടയാടി എന്ന് കേട്ടാൽ ഏതൊരു രാജ്യസ്നേഹിയുടെയും ചോര തിളയ്ക്കും. സ്വന്തം രാജ്യത്തോട് അല്പം പോലും കൂറില്ലാത്ത ശത്രു രാജ്യത്തിന്റെ അജണ്ടകൾക്ക് ഇവിടെ പരവതാനി വിരിച്ചു കൊടുത്ത കറുത്ത ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖം വള്ളിപുള്ളി വിടാതെ പരിശോധിക്കാം. 2007 നവംബർ 26 മുംബൈ നഗരം ചോരയിൽ മുങ്ങിയ രാത്രി. കേവലം ഒരു ഭീകരാക്രമണം ആയിരുന്നില്ല അത് ഹിന്ദുക്കളെ ആഗോളതലത്തിൽ ഭീകരവാദികളാക്കി മുദ്രകുത്താൻ ഡൽഹിയിലെ ഭരണകർത്താക്കളും പാകിസ്ഥാൻ ISIയും ഒന്നിച്ചു ചേർന്ന് തുന്നിക്കൂട്ടിയ തിരക്കഥയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അജ്മൽ കസബ് എന്ന പാക് ഭീകരന്റെ കയ്യിൽ ചുവന്ന നൂലും കെട്ടി സമീർ ദിനേശ് ചൗധരി എന്ന ബംഗളൂരു സ്വദേശിയായി ഹിന്ദുവിന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് നൽകി അവനെ മുംബൈയിലേക്ക് അയച്ചപ്പോൾ ISIക്ക് 100% ഉറപ്പായിരുന്നു അവൻ കൊല്ലപ്പെടുമെന്ന്. ഇന്ത്യയിലെ ഭരണകൂടം അത് ഏറ്റുപിടിച്ച് ഇതൊരു ഹിന്ദു ഭീകരതയാണെന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയും. അവിടെയാണ് എല്ലാ കണക്കുകൂട്ടലുകളും തിരിച്ചുകൊണ്ട് തുക്കാരാം ഓംബ്ലെ എന്ന മുംബൈ പോലീസിലെ സാധാരണക്കാരനായിട്ടുള്ള അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കടന്നു വരുന്നത്. നെഞ്ചിലേക്ക് കസബിന്റെ മെഷീൻ ഗണ്ണിൽ നിന്നുള്ള ഉണ്ടകൾ തുളച്ചു കയറുമ്പോഴും തന്റെ ചോരയൊഴുകുന്ന കൈകൾ കൊണ്ട് ആ ഭീകരന്റെ തോക്കിൻ കുഴലിൽ മുറുകെ പിടിച്ച് അവനെ ജീവനോടെ പിടികൂടാൻ ഓംബ്ലെ കാണിച്ചായൊരു അതിമാനുഷിക ധീരതയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു എന്നറിയോ? ഇപ്പൊ പറഞ്ഞു പോകുമ്പോൾ വെറും ചരിത്രമായിരിക്കാം. എന്നാൽ കസബ് അന്ന് കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഭീകരാക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് സമർത്ഥിക്കുന്ന പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ മുൻപന്തിയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ളവർ ഈ രാജ്യം ഭൂരിപക്ഷ ഭീകരതയുടെ പിടിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ വരെ പോയി ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു. സ്വന്തം പോലീസുകാരൻ ചോരയൊഴുക്കി പിടിച്ച ഭീകരനെ പോലും സംരക്ഷിക്കാനും ഭീകരാക്രമണം RSSന്റെ തലയിൽ കെട്ടിവെക്കാനും കോൺഗ്രസ് കാണിച്ച ആ വ്യഗ്രത രാജ്യദ്രോഹമല്ലാതെ മറ്റെന്താണ്? ഭീകരതയ്ക്ക് മതമില്ല എന്ന് രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നത് പോലെ 3 നേരം വെട്ടി വിഴുങ്ങുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ടെലിവിഷൻ ചാനലുകളിൽ വന്ന് പ്രസംഗിക്കുന്ന ഇതേ കോൺഗ്രസ്സുകാരാണ് 2010 ചിദംബരത്തെയും സുശീൽ കുമാർ ഷിൻഡെയെയും മുന്നിൽ നിർത്തി ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദു ഭീകരത, കാവ്യ ഭീകരത എന്ന വിഷലിപ്തമായ പദപ്രയോഗങ്ങൾ ഔദ്യോഗികമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുവരെ ഇന്ത്യയുടെ ഒരു ഇന്റലിജൻസ് ഫയലിലോ സുരക്ഷാ രേഖകളിലോ ഇല്ലാത്ത ഒരു പദം കേവലം വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി ഇവർ കൃത്രിമമായി നിർമ്മിച്ചെടുത്തു. സംജോത എക്സ്പ്രസ് സ്ഫോടനം നടത്തിയത് പാക് ചാരസംഘടനയായ ISIയുടെ പണം വാങ്ങി ഭീകരനായ ആസിഫ് ഗിലാനിയാണെന്ന് വ്യക്തമായ തെളിവുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഈ തെളിവുകളെല്ലാം പൂഴ്ത്തിവെച്ച് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഹിന്ദു സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ് കോൺഗ്രസ് ചെലുത്തിയത്. അന്നത്തെ ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി RVS മണി ഇതിന് വഴങ്ങിയില്ല. രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് വ്യാജ അഫിഡവിറ്റുകളിൽ ഒപ്പിടാൻ മണി തയ്യാറാകാതിരുന്നപ്പോൾ കോൺഗ്രസ് ഭരണകൂടം അദ്ദേഹത്തെ ക്രൂരമായി വേട്ടയാടി. സിഗരറ്റ് കുറ്റികൾ കൊണ്ട് പൊള്ളിച്ചും കള്ളക്കേസുകളിൽ കുടുക്കിയും ആ മനുഷ്യനെ അവർ ശാരീരികമായും മാനസികമായും നശിപ്പിച്ചു. സ്വന്തം മകൻ അനുഭവിക്കുന്ന നരകയാതനകൾ കണ്ടു നിൽക്കാനാകാതെ വിങ്ങിപ്പൊട്ടിയാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരണമടഞ്ഞത്. ഒരു വിദേശ വനിതയുടെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ തങ്ങളുടെ കള്ളക്കഥകൾക്ക് കൂട്ടുനിൽക്കാത്തൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനോട് ചെയ്തത് കൊടും ക്രൂരതയായിരുന്നു. എന്നാൽ സിസ്റ്റത്തിന്റെ മുഴുവൻ അധികാരം ഉപയോഗിച്ച് അവർ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും RVS മണി എന്ന ദേശസ്നേഹി തന്നെ നട്ടല് വളച്ചില്ല. ഇന്ന് ഈ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ കരണത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസിലെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രമായിരുന്നു ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത്. 22-ാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന് കേവലം 13 വർഷം കൊണ്ട് ലഫ്റ്റനന്റ് കേണൽ പദവിയിലെത്തിയ അസാധാരണമായിട്ടൊരു പ്രതിഭ. കശ്മീരിലെ ആന്റി ഇന്റർജൻസി ഓപ്പറേഷനുകളിൽ പാക് ഭീകരരുടെ നെഞ്ചിടിപ്പായിരുന്ന ഓഫീസറാണ് അദ്ദേഹം. രാജ്യത്തിനകത്ത് പടർന്നു പന്തലിച്ചുകൊണ്ടിരുന്ന സിമി, ഇന്ത്യൻ മുജാഹിദീൻ തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഉറവിടങ്ങളും അവരുടെ കോടിക്കണക്കിന് രൂപയുടെ വ്യാജ കറൻസി ശൃംഖലകളും കേണൽ പുരോഹിത് ഒന്നൊന്നായി തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ തീവ്രവാദ ആശയങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും അദ്ദേഹം അഡ്വാൻസ്ഡ് അറബിക് കോഴ്സ് പഠിക്കുകയായിരുന്നു.
പാകിസ്ഥാൻ ISIക്ക് ഇന്ത്യയിൽ അവരുടെ ഭീകര ശൃംഖല പടുത്തുയർത്താൻ ഏറ്റവും വലിയ തടസ്സമായി നിന്നത് കേണൽ പുരോഹിത് എന്ന ഈ ഒരൊറ്റ ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ പുരോഹിതിനെ പൂട്ടാൻ ISI കോൺഗ്രസ് സർക്കാരിന് കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിച്ച് നോക്കൂ നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾ. കാരണം ഒരു മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസറെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സൈന്യത്തിന് മുൻകൂട്ടിയിട്ടുള്ള ഒരു അനുമതി വേണമെന്ന CRPC സെക്ഷൻ 45 അട്ടിമറിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ നേരിട്ട് അനുമതി നൽകി. മഹാരാഷ്ട്രയിലെ വീടുപണിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഒരു ഡെക്കറേറ്റഡ് സൈനിക ഓഫീസറെ അവർ തെരുവിൽ നിന്ന് നായ്ക്കളെ പോലെ തട്ടിക്കൊണ്ടുപോയി തടവിലിട്ടു. 2008 മലേഗാവ് സ്ഫോടനം നടന്ന് വെറും 9 ദിവസങ്ങൾക്കുള്ളിലാണ് കേണൽ പുരോഹിതിനെയും സാധ്വി പ്രജ്ഞയെയും അറസ്റ്റ് ചെയ്യുന്നത്. അന്വേഷണം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേസ് ഡയറിയും ചാർജ് ഷീറ്റും തയ്യാറാക്കി വെച്ചിരുന്നു. RVS മണി സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് തന്നെ ആ കേസ് എങ്ങനെ ഹിന്ദു തീവ്രവാദ ആക്കണം എന്ന തിരക്കഥ കോൺഗ്രസ് ഭരണകൂടം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അന്വേഷണ സംഘത്തിന് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു അവർ ചെയ്തത്. അന്നത്തെ ATS തലവനായിരുന്ന ഹേമന്ത് കർക്കറെയുടെ നേതൃത്വത്തിലാണ് കേണൽ പുരോഹിതിനെയും സാധ്വി പ്രജ്ഞയെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തത്. മൃഗീയമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു അവർ അവിടെ സഹിച്ചത്. ഒരു വനിതയാണെന്ന പരിഗണന പോലും നൽകാതെ സാധ്വി പ്രജ്ഞയെ പുരുഷ പോലീസുകാർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. RSS സർസംഘചാലകനെ വരെ ഈ കേസിൽ കുടുക്കാൻ നാഗ്പൂരിലേക്ക് ATS സംഘത്തെ അയച്ചിരുന്നു. വർഷങ്ങളോളം വിചാരണ പോലും ഇല്ലാതെ ജയിലിൽ കിടന്ന് നരകിച്ചിട്ടും എല്ലുകൾ അടിച്ച് തകർത്തിട്ടും തങ്ങൾ ചെയ്യാത്ത കുറ്റം ഏറ്റുപറയാൻ കേണൽ പുരോഹിതോ സാധ്വി പ്രജ്ഞയോ തയ്യാറായില്ല. കാരണം അവർ വളർന്നത് ഈ രാജ്യത്തിന്റെ മണ്ണിലാണ്. അവരുടെ നട്ടൽ ഉണ്ടാക്കിയത് ദേശസ്നേഹം കൊണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷം കുറ്റവിമുക്തരായി പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആ ധീര സൈനികർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം, എനിക്ക് ആരോടും പരാതിയില്ല എന്ന്. രാജ്യദ്രോഹികളുടെ ക്രൂരതകൾ അനുഭവിച്ചിട്ടും രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച ആ ഓഫീസറോട് ഈ രാജ്യം എക്കാലവും കടപ്പെട്ടിട്ടുണ്ട്. ഒരു ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുടെ ഏജന്റായ ഇഷ്റത് ജഹാൻ ഗുജറാത്തിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ വ്യാജ ഏറ്റുമുട്ടലാക്കി മാറ്റി അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജയിലിലടയ്ക്കാൻ ദേശീയ സുരക്ഷാ ഫയലുകൾ വരെ തിരുത്തി എഴുതിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഭീകരവാദികളെ സംരക്ഷിക്കാനും സ്വന്തം രാജ്യത്തെ സൈന്യത്തെയും ദേശസ്നേഹികളെയും ഇല്ലാതാക്കാനും അവർ കാണിച്ച ആവേശത്തിന്റെ 100-1 ആവേശം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇവർ കാണിച്ചിട്ടുണ്ടോ? ഈ കോൺഗ്രസ് ഇനിയും രാജ്യം ഭരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതിർത്തികൾ സുരക്ഷിതമായിരിക്കുമോ? അതോ നമ്മുടെ സൈനികർ വീണ്ടും വ്യാജ കേസുകളിൽ അകപ്പെട്ട് ജയിലുകളിൽ കിടക്കേണ്ടി വരുമോ? സ്വന്തം മാതൃരാജ്യത്തെ ശത്രുക്കൾക്ക് മുന്നിൽ പിച്ച് ചീന്താൻ ഇട്ടുകൊടുക്കുന്ന, വോട്ടിന് വേണ്ടി എന്ത് ഭീകരവാദിയുടെയും പാദസേവ ചെയ്യാൻ മടിക്കാത്ത ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ ഈ മണ്ണിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കേണ്ടത് ഭാരതത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യമാണ്. ഈ രാജ്യദ്രോഹികളുടെ കപടമുഖം വരും തലമുറയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഓരോ ദേശസ്നേഹിയും ബാധ്യസ്ഥരാണ്. ഇനി ഈ കോൺഗ്രസ് ഭരണം ഈ രാജ്യത്തുണ്ടായാൽ അത് ഭാരതത്തിന്റെ അന്ത്യമായിരിക്കും. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ നമിച്ചിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.